വള്ളം കളിയും കഥകളിയും കുമ്മിയടിയും കുറത്തിപ്പാട്ടും മാത്രമല്ല, നല്ല കൊയ്ത്തുപാട്ടിനും ഓണപ്പാട്ടിനും വരെ പേരുകേട്ട കേരളത്തിൽ പലയിടങ്ങളിലായി പതിറ്റാണ്ടുകളായി നടത്താറുള്ള വള്ളംകളിയുടെ ആവേശപ്പെരുക്കം തൃശൂർ പൂരത്തിന്റെ മേളപ്പെരുക്കത്തേക്കാൾ ഒരു പടി കൂടി മുന്നിലാണെന്നാണ് ഒറ്റമൈനയുടെ അഭിപ്രായം. ഓളപ്പരപ്പുകളെ കീറിമുറിച്ച് ശരവേഗത്തിൽ പാഞ്ഞു വരുന്ന ജലരാജാക്കന്മാരായ ചുണ്ടൻ വള്ളങ്ങളുടെ അമരത്തും അണിയത്തും ആവേശമുയർത്തി വഞ്ചിപ്പാട്ടീണത്തിൽ താളം പിടിച്ചും മെയ്ക്കരുത്തും കൈക്കരുത്തും തുഴക്കരുത്തും അറിയിച്ച് ഓളപ്പാത്തികളിൽ തുഴയെറിഞ്ഞെറിഞ്ഞ് അവസാന ലാപ്പും കടന്ന് വിജയകിരീടം തൊടുന്നവരുടെ ആവേശം കടലോളം ഉയരുന്ന കാഴ്ചകൾ കാണാൻ ആർക്കാണ് കൗതുകം തോന്നാത്തത്? കായൽപ്പരപ്പിൽ കുട്ടനാടൻ പെൺകരുത്തിന്റെ വീര്യമറിയിക്കുന്ന ഓടിയും ചുരുളനും ഇരുട്ടൂത്തിയും എല്ലാം വള്ളംകളി പ്രേമികളിൽ അണമുറിയാത്ത ആവേശത്തിരകളാണ് ഉയർത്തുക. സംസ്ഥാന സർക്കാർ നടത്തുന്ന 14ഓളം വള്ളംകളികളിൽ 4ാമത്തെ വള്ളംകളിയായിരുന്നു പിറവത്തെ രാജാക്കന്മാരുടെ പള്ളിയോട് ചേർന്നുള്ള മൂവാറ്റുപുഴയാറിൽ അരങ്ങേറിയത്. ഈ ചാമ്പ്യൻസ് ബോട്ട് ലീഗ് കണ്ണിറയെ കണ്ട് ആസ്വദിക്കാൻ പറന്നെത്തിയ ഒറ്റമൈനയുടെ ദൃഷ്ടിയിൽ ആദ്യം പതിഞ്ഞത് പുഴയിലെ വള്ളംകളിക്ക് പകരം കരയിലെ വെള്ളം കൂടിയായിരുന്നു. കൗമാരം വിട്ടുമാറാത്ത 15ഓളം പിള്ളേരാണ് ആറ്റുതീരത്ത് മദ്യസേവ നടത്തി ആടിക്കുഴഞ്ഞങ്ങനെ നടന്നത്. പ്രത്യേകം പാസില്ലാതെ പത്രക്കാരെയും ചാനലുകാരെയും പോലും കടത്തിവിടാൻ വിസമ്മതിച്ച സംഘാടകരും പോലീസും ഒന്നും മദ്യപിച്ചും പുകവലിച്ചും മനോനില തെറ്റിയ പ്രായപൂർത്തിയാവാത്ത പിള്ളേരെ കണ്ടമട്ടേ കാണിച്ചില്ല. നിയമപാലകർ നോക്കുകുത്തികളാവുന്ന കാഴ്ചയ്ക്കാണ് ഒറ്റമൈനയും സാക്ഷിയായത്. മുക്കിന് വിദേശ മദ്യഷാപ്പുകളും കള്ളുശാലകളും നടത്താൻ ലൈസൻസ് കൊടുത്ത സർക്കാരിന് ഭാവി തലമുറയുടെ കാര്യത്തിൽ ഇല്ലാത്ത ശുഷ്കാന്തി വള്ളംകളി സംഘാടകർക്ക് എങ്ങനെ ഉണ്ടാവാനാണ്? MLA-മാരും മന്ത്രിമാരും വരെ സ്വന്തമായി ബാറുകൾ നടത്തി സമ്പാദിക്കുന്ന ദൈവത്തിന്റെ തറവാട്ടിൽ യുവതലമുറകൾ നശിച്ച് ഭണ്ഡാരമടങ്ങിയാലും ആർക്കാണ് ഛേദം? ബാറുകളുടെ എണ്ണം കുറച്ച് സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുമെന്ന് പ്രകടന പത്രികയിൽ ആണയിട്ട ഇടതുമുന്നണി നൂറുകണക്കിന് ബാറുകൾക്കാണ് 9 കൊല്ലം കൊണ്ട് കേരളത്തിൽ ലൈസൻസ് നൽകിയത്. സ്വന്തം മക്കളെ വിദേശ രാജ്യങ്ങളിൽ സുരക്ഷിതമായി പാർപ്പിക്കുകയും പഠിപ്പിക്കുകയും വമ്പൻ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ ഉദ്യോഗം വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്ന മന്ത്രിപുങ്കവന്മാർക്കും രാഷ്ട്രീയ നപുംസകങ്ങൾക്കും കണ്ടവന്റെ മക്കൾ കള്ളുകുടിച്ച് കരൽ വഴുത്ത് പുഴുത്ത് ചത്താൽ എന്ത് നഷ്ടം വരാനാണ്? മക്കളെ തോന്നുംപടി കയറൂരി വിടുന്ന രക്ഷിതാക്കൾ അവരുടെ പോക്ക് മദ്യശാലയിലേക്കാണോ പാഠശാലയിലേക്കാണോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. കടയ്ക്കൽ നനയ്ക്കാതെ തലയ്ക്കൽ പൊടിക്കില്ലെന്നാണല്ലോ പ്രമാണം. കോഴിക്കും കുഞ്ഞിനും കൊണ്ടതാ ശീലമെന്ന പഴഞ്ചൊല്ല് ശരിയാണെങ്കിൽ മക്കൾ ശീലിച്ചതേ പാടൂ എന്ന് മാതാപിതാക്കളും തിരിച്ചറിയണമെന്നാണ് ഒറ്റമൈനയുടെ അഭിപ്രായം. കാരണം മറ്റൊന്നുമല്ല, പോയ ബുദ്ധി ആന പിടിച്ചാലും പിന്നീട് തിരികെ കിട്ടില്ലല്ലോ.